എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അമേരിക്ക തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ അവരുടെ ഒരു എയർബേസും ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കില്ല എന്ന്. അതായത് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും എയർബേസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ എയർബേസ് ഉള്ളത് ഒന്ന് ഖത്തറിലാണ്, ഒന്ന് സൗദിയിലാണ്, ഒന്ന് UAE-യിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇറാൻ പറഞ്ഞത്, അമേരിക്ക ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ UAE-യും സൗദിയൊക്കെ ആക്രമിക്കുമെന്ന്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ പക്കൽ അമേരിക്കയിലോട്ട്, അത് ഇവിടുന്ന് ഇറാൻ ടെഹ്റാനിൽ നിന്ന് മറ്റേ ന്യൂയോർക്കിലേക്ക് വിടാൻ പറ്റിയ ബാലിസ്റ്റിക് മിസൈലോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ഇറാൻ്റെ പക്കൽ ഇപ്പോഴില്ല. അതുകൊണ്ട് അമേരിക്ക അടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അമേരിക്ക സഖ്യകക്ഷികളായ, അമേരിക്കയ്ക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രാജ്യങ്ങളായ UAE, സൗദി, ഖത്തറിലെ രാജ്യങ്ങളിൽ കയറി ഞങ്ങൾ അടിക്കും എന്നാണ് ഖമേനി പറഞ്ഞത്. അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദുബായിലെ ബുർജ് ഖലീഫയൊക്കെ ഞങ്ങൾ അടിച്ചു തകർക്കും. അതായത് ഞങ്ങളെ മേത്ത് ഒരു തരി മണ്ണ് വീണ് കഴിഞ്ഞാൽ അവിടെ ദുബായിലെയും സൗദിയിലേക്ക് ജനവാസ കേന്ദ്രങ്ങൾ ഞങ്ങൾ കയറി മേയുമെന്ന് തന്നെ. നമുക്കറിയാം, ഈ ദുബായ് ആയാലും മറ്റേ സൗദിയിലെ നഗരങ്ങളൊക്കെ ആയാലും ഒരു സൂചി ഇട്ട് കഴിഞ്ഞാൽ താഴെയത്തില്ല. അത്രത്തോളം എന്ന് പറയുന്നത് ബിൽഡിങ്ങുകളും കാര്യങ്ങളും വ്യവസായശാലകൾ അങ്ങനെ എല്ലാമുള്ള സ്ഥലമാണ് ഈ ദുബായ് എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ആ ഏരിയയിലോട്ട് 2 മിസൈൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് തന്നെയാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഈ അമേരിക്ക ഇറാനിൽ കയറി അടിക്കുമ്പോൾ അവർ നേരെ ദുബായിലും മറ്റേ സൗദിയിലൊക്കെ കയറി മിസൈൽ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അവിടുന്ന് വലിയ രീതിയിൽ പ്രഷർ ഉണ്ടാവും. അത് സൗദി ആയാലും UAE ആയാലും ഇവരുടെ നല്ല പാർട്ട്നേഴ്സാണ് അമേരിക്ക എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന 2 രാജ്യങ്ങളാണ് ഇവരൊക്കെ. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് വലിയ രീതിയിൽ പ്രഷർ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒന്നെടുക്കും, ഇറാൻ അത് അറിയേണ്ട ആവശ്യമില്ല. ഇറാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ജനവാസ കേന്ദ്രം ആക്രമിക്കുമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസ് ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഈ ഓഫീസേഴ്സിനോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അമേരിക്കയിലോട്ട് അടുത്ത കിട്ടുന്ന ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ട് വന്നോ എന്നാണ് അമേരിക്ക ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം ഒരുപാട് സൈനികർ ഇപ്പം ദുബായിലായാലും UAE-യിലായാലും സൗദിയിലേക്കും അമേരിക്കൻ സൈനികർ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒഫീഷ്യലി അമേരിക്കക്ക് മനസ്സിലായി എന്തായാലും ദുബായിൽ ഉള്ള ബുർജ് ഖലീഫയ്ക്ക് അടിച്ച് തകർക്കുന്നതൊക്കെ ഓൾറെഡി ഇവർക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇറാൻ അമേരിക്കക്ക്. അപ്പോൾ ഈ UAE ആയാലും സൗദി ആയാലും അവർക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു ആർമി ഇല്ല, ഉണ്ട് എന്നല്ലാതെ ഒരു യുദ്ധം ചെയ്യാൻ തക്ക രീതിയിലോ ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ തക്ക രീതിയിലുള്ള അങ്ങനൊരു സംവിധാനം അവർക്കില്ല. നമുക്കറിയാം, ഈ സൗദി അറേബ്യ പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് എന്തിനാണ് പാക് നാറ്റോ എന്ന് പറഞ്ഞിട്ട് അറബ് നാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു വലിയ കൺസോർഷ്യം സൈൻ ചെയ്തില്ലേ? എന്തിനാണ്? അതായത് സൗദിക്കായാലും അങ്ങനെ ഡെഡിക്കേറ്റഡ് ഒരു ആർമി ഒന്നുമില്ല. പാകിസ്ഥാൻ്റെ പക്കൽ അത്യാവശ്യം ആർമിയുണ്ട്. അപ്പോൾ ഇവർ ഒരു കൂലിപ്പട്ടാളക്കാരെന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സൗദി ഇവരായിട്ടുള്ള ഒരു പാക്ട് സൈൻ ചെയ്തത്. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഈ UAE-യുടെ കാര്യത്തിലും. അവർക്ക് ഡെഡിക്കേറ്റഡ് ആർമി ഇല്ല. പേരിനൊരു ആർമി ഉണ്ട് എന്നല്ലാതെ ഈ ഇറാനൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഇല്ല. പിന്നെ അവിടെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പടക്കം വീണാൽ പോലും വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഏരിയകളൊക്കെ. നമ്മൾ ഇറാൻ ചില്ലറക്കാരല്ല, ഇറാൻ ശരിക്കും ഇസ്രായേലിനെ പോലും ഉറപ്പിച്ച് വിട്ട ടീമാണ്. അതായത് ഇസ്രായേൽ അവർക്ക് അറ്റാക്ക് ചെയ്തിട്ട് വലിയ രീതിയിൽ തിരിച്ചടികൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരാളെ പോലും ഈ UAE ആയാലും സൗദിയുടെ പട്ടാളക്കാർക്ക് നേരിടാൻ പറ്റില്ല, അത്ര അവരുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നഗരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം ചിലപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞിട്ടുണ്ട്, അതായത് അവർ ആക്രമിക്കുകയാണെങ്കിൽ ഈ നഗരങ്ങളിലൊക്കെ അമേരിക്കൻ സൈന്യം ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരെ മറിച്ച് നമുക്ക് കാണാൻ പറ്റും, ഇതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണാൻ സാക്ഷ്യം വഹിച്ചേക്കാം. അതായത് ഈ ബുർജ് ഖലീഫയുടെ അടിയിലൊക്കെ വലിയ രീതിയിലുള്ള അമേരിക്കൻ സൈനികരും അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഈ ബുർജ് ഖലീഫയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ടെക്നോളജി ഉപയോഗിക്കുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. അമേരിക്കയുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ വിഷയങ്ങളൊക്കെ, അതായത് പ്രശ്നം ഗുരുതരം ആകും എന്നൊരു ഘട്ടത്തിൽ അമേരിക്കൻ സൈന്യം ഈ ദുബായിയുടെയും സൗദിയുടെയൊക്കെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞാൽ അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആർമി ഇല്ലാത്തതാണ് കാരണം. അതായത് അമേരിക്ക എൻഷുർ ചെയ്യണം, അമേരിക്കയാണ് ശരിക്കും, അമേരിക്കക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അവർ ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഇവിടെ ആക്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ വലിയ രീതിയിൽ ആൾനാശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരിക്കലും ഈ 2 രാജ്യങ്ങളും എന്താ പറയുക, അവർക്ക് താങ്ങാൻ പറ്റാത്ത കേസാണ്. നമുക്കറിയാം, ഈ 2 രാജ്യങ്ങളൊക്കെ വലിയ രീതിയിൽ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മർമ്മം നോക്കി അടിക്കും ഇറാൻ. അപ്പോൾ അവർക്ക് വലിയ രീതിയിൽ തിരിച്ചു വരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ രാജ്യത്ത് ഉടലെടുക്കും. അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അമേരിക്ക
അതും കൂടി മുന്നിൽ കാണുക. ഇവർക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അമേരിക്കയാണ്. അപ്പോൾ ഈ ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഈ രണ്ട് രാജ്യങ്ങളുടെ സ്ഥലങ്ങളൊക്കെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ സൈന്യം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടോ എന്നുള്ള വാർത്ത ചില പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചിത്രം വ്യക്തമാണ്. ഇതൊക്കെ സംഭവിക്കുന്നതെന്നറിയാം. ഈ കമേനിയുടെ സർക്കാർ ഒഫീഷ്യൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ രണ്ട് നഗരങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് ഒരു വലിയ ചില്ല് കൂടാരത്തിലേക്ക് ഒരു മിസൈൽ വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്, നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് നമ്മൾ ഒരുപാട് മലയാളികളും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തിലെ ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് ഈ ദുബായ് എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സംഭവങ്ങളായിരിക്കും. അതായത് നമ്മൾ ഇംഗ്ലീഷ് സിനിമ, ഹോളിവുഡ് സിനിമയിലൊക്കെ കാണില്ലേ, വലിയ വലിയ കെട്ടിടങ്ങൾക്ക് തകർന്നു വീഴുന്നതും ചില്ലുകൊട്ടാരൊക്കെ ഇങ്ങനെ വീഴുന്നത്. അപ്പോൾ ആ സ്റ്റൈലായിരിക്കും കാര്യങ്ങളുണ്ടാവുക. അപ്പോൾ അമേരിക്ക ഇതൊരു ഡബിൾ പ്രഷർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ, അതായത് ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ ഇറാൻ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സൈനികർ ഉടൻ ദുബായ് ഈ ഏരിയയിൽ ഇറങ്ങുകയും മറ്റേ ബുർജ് ഖലീഫൊക്കെ പോലുള്ള വൻകിട കെട്ടിടങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക ഒഫീഷ്യലായിട്ട് ഇത് പറഞ്ഞില്ലെങ്കിലും റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ, ഇന്നലെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തേക്ക് ഏകദേശം 24 മണിക്കൂർ തികഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന്. അപ്പോൾ എന്താ പറയേണ്ടത്, ഈ ഖത്തറിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളം ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അത് എന്താണെന്നതിൻ്റെ റീസൺ എന്നറിയില്ല. അപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഖത്തറിലെ സൈനിക ക്യാമ്പ് അടച്ചു പൂട്ടിയതിനു ശേഷമാണ് അമേരിക്ക പറഞ്ഞത് നമ്മൾ മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ ഒരു ബേസും നമ്മൾ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല എന്ന്. അപ്പോൾ എന്തിനായാലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ അതീവ ഗൗരവമുള്ളത് തന്നെയാണ്. അപ്പോൾ അമേരിക്ക മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ പ്രശ്നം. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. മുമ്പ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് പിന്നീട് അസിമുനീറൊക്കെ വലിയ ഭീമ്പളക്കില്ലേ, അത് അവർ പറഞ്ഞെന്താണ്, പാകിസ്ഥാൻ എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് വെച്ചാൽ ഒരു ബെൻസ് കാറാണ്, പാകിസ്ഥാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പർ ലോറിയാണ്. ഇടിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് ഈ ബെൻസ് കാറിന് തന്നെ ഡാമേജ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അമേരിക്ക ഈ ഇറാനോട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഡാമേജ് അവർക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അതായത് ഈ ഒരുപാട് ആൾക്കാർ ബാധിക്കും. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഒരുപാട് മലയാളികളുണ്ട്. അത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കട്ടെ. അപ്പോൾ അമേരിക്ക അതിൻ്റെ ഭാഗത്ത് നിന്ന് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഇവരുടെ സൗദി ആയാലും UAE ആയാലും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ ഒരു ആക്രമണം തടയാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അത് നടന്നാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തെ ഇപ്പം നൈസായിട്ട് പല കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് തന്നെ ഇറാൻ്റെ ഒഫീഷ്യൽസ് ഇന്ത്യയും റഷ്യയും ചൈനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അതായത് നിങ്ങൾ ഇടപെട്ടിട്ട് ഈ അമേരിക്ക പിന്തിരിപ്പിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയാണ് ഈ ഇറാനുമായിട്ടും അമേരിക്കയായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദം ഒരേപോലെ കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയോട് ചോദിച്ചിട്ടുണ്ട്, PM-ൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാൻ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇടപെട്ടിട്ട് ഇത് അമേരിക്ക ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നതിന് പിന്തിരിപ്പിക്കണം, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകും, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണകൂടം ഇടപെടാൻ വേണ്ടിയിട്ട് ഇറാനിയൻ ഒഫീഷ്യൽസ് ഇന്ത്യൻ PM-ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഓൾറെഡി ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തകൃതിയായ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനൊരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായ നീക്കങ്ങളും അവരെ സൈഡിൽ നടക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്, തുർക്കി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുർക്കിയും പല രാജ്യങ്ങളെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് സംസാരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. ഇന്ത്യ അടക്കം തുർക്കി ബന്ധപ്പെട്ടിട്ടുണ്ട്, അമേരിക്കയുടെ ഇടപെട്ടിട്ടൊന്ന് ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ പ്രശ്നം എന്ന് വെച്ചാൽ തുർക്കി അറ്റാക്ക് ചെയ്യും ഇറാൻ. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഒന്നും ഇല്ലാതെ അമേരിക്ക ആക്രമണത്തിന് പിന്മാറട്ടെ, ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.